ഈശ്വരിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് സങ്കീർത്തനത്തിലെ 1-ാം സങ്കീർത്തനത്തിലെ 7-ാം തിരുവചനം വായിക്കാം. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. പ്രൈസ് ദി ലോർഡ്. 150 പ്രാർത്ഥനാഗാനങ്ങളുടെ സമാഹാരമാണ് ബൈബിളിലെ ഏറ്റവും ദീർഘ ഗ്രന്ഥമായ സങ്കീർത്തന പുസ്തകം. ഈ പ്രാർത്ഥനാ സമാഹാരത്തിലെ രാജീയ സങ്കീർത്തനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. പൊതുവെ രാജാവിൻ്റെ അഭിഷേകം, സിംഹാസനാരോഹണം, കിരീടധാരണം, വിവാഹം, ശത്രുക്കളുടെ മേൽ വിജയം, ഇവയുടെ വാർഷികാഘോഷം മുതലായ സാഹചര്യങ്ങളിൽ രാജാവിനെ അനുമോദിക്കുകയും രാജാവിന് നൽകിയ ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുകയും രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ സങ്കീർത്തനങ്ങളിൽ ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു വലിയ രാജാവിനെക്കുറിച്ചുള്ള സൂചനകൾ എല്ലായിടവും കാണാൻ സാധിക്കും. പ്രത്യക്ഷത്തിൽ ഭൂമിയിൽ ഭരിക്കുന്ന രാജാവിനെക്കുറിച്ചാണ് സങ്കീർത്തകൻ പ്രതിപാദിക്കുന്നതെങ്കിലും രാജാവിന് നൽകുന്ന പല വിശേഷണങ്ങളും ഒരു മാനുഷിക രാജാവിൻ്റെ പരിധികളിൽ ഒതുങ്ങി നിൽക്കുന്നവയല്ല. ഇതിന് ഏറ്റവും വ്യക്തമായൊരു ഉദാഹരണമാണ് 2-ാം സങ്കീർത്തനം. ഒരാളെ രാജാവായി അഭിഷേകം ചെയ്യുന്ന അവസരങ്ങളിൽ അഭിഷേകം ചെയ്യുന്ന പുരോഹിതൻ പറയുന്ന വാക്കുകളാണ്, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി എന്ന പ്രഖ്യാപനം. അഭിഷേകം വഴി ദൈവം അയാളെ തൻ്റെ പുത്രനായി ദത്തെടുക്കുന്നു. പല ജനതകളുടെയും ഇടയിലും പ്രത്യേകിച്ച് ഈജിപ്തിൽ നിലനിന്ന ഒരു വിശ്വാസം, ആചാരമായിരുന്നു പ്രത്യേകിച്ച് കാണപ്പെട്ടത്. രാജാവ് ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയായി വർത്തിക്കണം. അതിനുവേണ്ടി ദൈവം അയാളെ തൻ്റെ പുത്രനായി സ്വീകരിക്കുന്നു, ജനങ്ങൾക്ക് നൽകുന്നു. ഈ ആചാരം ഇസ്രയേലിലേക്കും കടന്നു വന്നു. ദൈവത്തിൻ്റെ ദത്തപുത്രനും പ്രതിനിധിയുമായി പരിഗണിക്കപ്പെടുന്ന രാജാവ് വരാനിരിക്കുന്ന രക്ഷകൻ്റെ പ്രതീകമായിരുന്നു എന്ന സാവധാനമാണ് വെളിപ്പെട്ട് നൽകപ്പെട്ടത്. ഒരു മാനുഷിക വ്യക്തിക്ക് നൽകുന്നതിനേക്കാൾ വലിയ, ദൈവത്തിന് മാത്രം അനുയോജ്യമായ പല വിശേഷണങ്ങളും ഒരു രാജകീയ സങ്കീർത്തനങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. രാജകീയ അഭിഷേക വേളയിൽ പുത്രനായി ദത്തെടുക്കപ്പെടുന്ന രാജാവ് വരാനിരിക്കുന്ന യഥാർത്ഥ ദത്തപുത്രൻ്റെ അല്ല, ദൈവം തന്നെ ആയ ദൈവപുത്രൻ്റെ പ്രതീകമായിരുന്നു. ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി എന്ന പ്രസ്താവന പ്രത്യക്ഷത്തിൽ രാജകീയ അഭിഷേകത്തെയാണ് ഉദ്ദേശിക്കുന്നെങ്കിലും കാലത്തിന് അതീതമായി നിത്യതയിൽ പിതാവിൽ നിന്ന് ജനിക്കുന്ന ദൈവപുത്രനെ കുറിച്ചുള്ള സൂചന ഈ പ്രഖ്യാപനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. വ്യക്തമായിട്ട് എഴുതിയാണ്, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. സങ്കീർത്തനം 110 11-ാം തിരുവചനം, അല്ല 110 1-ാം തിരുവചനം. കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. ദൈവം രാജാവിനോട് പറയുന്ന വചനമായി അവതരിപ്പിക്കുന്ന ഈ പ്രഖ്യാപനത്തിൽ കർത്താവ് എന്ന പദം 2 തവണ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആദ്യത്തേത് ദൈവത്തെ സൂചിപ്പിക്കുന്നു എന്ന് വ്യക്തമാണ്. രണ്ടാമത്തേത് രാജാവിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് സാഹചര്യത്തിൽ നിന്ന് അനുമാനിക്കാൻ സാധിക്കും. എന്നാൽ ഒരു മാനുഷിക രാജാവിനെ എങ്ങനെ കർത്താവ് എന്ന് വിളിക്കും? തൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്ത യഹൂദ നേതാക്കളുടെ മുമ്പിൽ യേശു ഉന്നയിച്ച ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവർക്കൊന്നും കഴിഞ്ഞില്ല. ദാവീദ് വരാനിരിക്കുന്ന മിശിഹായെ കർത്താവ് എന്ന് വിളിക്കുന്നെങ്കിൽ അയാൾ ഒരു സാധാരണ മനുഷ്യൻ മാത്രമായിരിക്കുകയില്ല, മനുഷ്യനായി അവതരിക്കുന്ന ദൈവം തന്നെ ആയിരിക്കുമെന്ന നിഗമനത്തിലേക്ക് ഈ സങ്കീർത്തന വാക്യം നയിക്കുന്നത് ദാവീദിൻ്റെ പുത്രനായി വരാനിരിക്കുന്ന ദൈവപുത്രൻ തന്നെയാണെന്നുള്ളത് ഇത് വ്യക്തമായിട്ട് വരച്ചു കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സങ്കീർത്തകൻ. നിന്റെ ദിവസിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു, നിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്. സങ്കീർത്തനം
45:6 പറയാണ്, നിന്റെ ദിവ്യസിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു, നിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്, നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും, നിന്റെ സിംഹാസനം തലമുറകളോളം നിലനിൽക്കും. സങ്കീർത്തനം 89:4. ദാവീദിനായി ഞാനൊരു കൊമ്പ് മുളപ്പിക്കും, എൻ്റെ അഭിഷക്തനു വേണ്ടി ഞാൻ ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട്. വീണ്ടും പറയാണ്, 132 സങ്കീർത്തനം 17 മുതലായ സങ്കീർത്തന വാക്യങ്ങൾ ദാവീദിന്റെ പുത്രനായി ജനിക്കുന്ന, ഒരേ സമയം ദൈവവും മനുഷ്യനുമായ പുത്രനും കർത്താവുമായ രക്ഷകനെ സൂചിപ്പിക്കുന്നുണ്ട് വ്യക്തമായിട്ട്. ഇതെല്ലാം ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിൽ ജനിച്ച യേശുവിൽ പൂർത്തിയാവുന്ന സമയമാണ് നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷം, അല്ലെങ്കിൽ ഈ വരുന്ന ക്രിസ്മസ് ദിനം. പ്രിയമുള്ളവരെ, നൂറ്റാണ്ടുകളും വർഷങ്ങളും എല്ലാം തരണം ചെയ്ത് യഹൂദ മക്കള് വരാനിരിക്കുന്ന രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്നവരും കാത്തിരിക്കാത്തവരുമായ, ഒരുപാട് ശത്രുക്കൾ ഉള്ളവരും ഇല്ലാത്തവരുമായ വലിയൊരു സംഭവം ഈ ലോകത്തിൻ്റെ രക്ഷകനായിട്ട് വന്നത്. ആ രക്ഷാസ്വരം പിന്നെ സ്വയം ബലിയായി പാപികൾക്ക് വേണ്ടി ബലിയായി തീർന്ന് ഈ ലോകത്തിൽ നിന്ന് പോയപ്പോൾ എന്നും നമുക്ക് വേണ്ടിയിട്ട് സ്വർഗരാജ്യം അവൻ തുറന്നു തരികയാണ് ചെയ്തത്. ആ വലിയ രക്ഷയിലേക്ക് വിളിച്ച വലിയ ദിവസത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി പുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ദിവസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുക. ഈ ദിവസങ്ങൾ വിശുദ്ധിയിലൂടെ മുന്നേറാനായിട്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, പൂർണ്ണമായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ മാസം കർത്താവേ നിൻ്റെ ജന്മതിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവേ, നീ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നുള്ള ഉൾവിളി, ഉൾക്കാഴ്ച ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നതിനും നിന്നിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോരുത്തരിലേക്കും നിൻ്റെ രൂപിയാൽ നയിക്കപ്പെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ നിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.